കെൻലി ജോൺ വിക്ടർ aka വിക്രം ഏലിയാസ് ചിയാൻ. പേര് ഒത്തിരി ആണെങ്കിലും ഒരേ ആളാണ്, വേറെ ആരില്ല, നമ്മുടെ ചിയാൻ വിക്രം. അതായത് ഒരു ആക്ടർ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വേണം അദ്ദേഹത്തിന്റെ പ്രൊജക്റ്റിന് വേണ്ടി കമ്മിറ്റ് ചെയ്യാന്ന് പഠിപ്പിച്ച ഒരേ ഒരു ആക്ടറാണ് ചിയാൻ വിക്രം. നമുക്കിന്ന് പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നോക്കിയിട്ട് വരാം. പുള്ളിയുടെ ഡെബ്യൂ മൂവി വന്നിട്ട് എൻ കാതൽ കൺമണി വന്നിട്ട് 1990-ലാണ് പുള്ളി ഫസ്റ്റ് സ്ക്രീനിൽ അപ്പിയർ ചെയ്തത്. പക്ഷെ ബ്രേക്ക് ത്രൂ ആയിട്ട് വന്നത് സേതു എന്ന മൂവിയിലൂടെ 1999 പുറത്തിറങ്ങിയ ബാല സംവിധാനം ചെയ്ത സേതുവിലാണ് പുള്ളിക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടിയത്. പിന്നീട് അങ്ങോട്ട് പുള്ളി ഇൻഡസ്ട്രിന്റെ അറഞ്ചം പുറഞ്ഞം മെയ്തെടുത്ത്, അതായത് പുള്ളിയുടെ ആക്കി മാറ്റി. അതായത് 2001 ദില്ലിറങ്ങി. അതിലൂടെ പുള്ളിയുടെ കൊമേഴ്ഷ്യൽ വാല്യൂ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജമിനി, ധൂള്, സാമി, അന്യൻ, രാവണൻ, ദൈവത്തിരുമകൾ, ഇരുമുഖൻ, അങ്ങനെ കണ്ടിന്യൂസ് ഹിറ്റ്സ് ഒരു ഡെക്കേഡിൽ തന്നെ നമുക്ക് തന്നിട്ടാണ് പുള്ളി ഇപ്പോൾ നിലകൊള്ളുന്നത്. പുള്ളിയുടെ ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവീസ് വന്നിട്ട് ഐയും PS1 PS2 മൂവീസ് ഒക്കെയാണ്. പക്ഷെ മിക്സഡ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും കുട്ടിക്കാലം പോലെ തന്നെയായിരുന്നു വിക്രമിന്റെയും കുട്ടിക്കാലം. പക്ഷെ എല്ലാവരും ആക്ടർ ആവണമെന്ന് മോഹം കൊണ്ട് വരുമ്പോൾ സാധാരണ ചെയ്യണ പോലെ വീട് വിട്ട് ഓടിയിട്ടാണ് പുള്ളി ആക്ടർ ആയത്. ആദ്യമൊക്കെ എല്ലാവരെയും പോലെ മൈനർ റോൾസിലൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഫാമിലിനെ കുറിച്ച് പരിചയപ്പെടാം. അച്ഛൻ വിനോദ് രാജ്, പുള്ളിക്കാരൻ സ്മോൾ ടൈം ആക്ടറാണ്. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ സപ്പോർട്ടിങ് റോൾസ് ഒക്കെ ചെയ്യുന്ന ഒരു ആളായിട്ടാണ് പുള്ളി നടന്നിട്ടുണ്ടായിരുന്നത്. നേരെ മറിച്ച് അമ്മ രാജേശ്വരി ആണെങ്കിൽ ഒരു സബ് കളക്ടറാണ്. പിന്നെ 2 സിബിലിങ്സ് ഉണ്ട്, അതായത് ഒരു അനിയനും ഒരു അനിയത്തിയും. അനിയൻ അരവിന്ദ് ഇങ്ങനെ ഇതേപോലെയൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന മോഹങ്ങളായിട്ട് നടന്ന്, പക്ഷെ അവസാനം ഒരു ചെറിയ ലോ ബഡ്ജറ്റ് മൂവി എപ്പോൾ കല്യാണം പറഞ്ഞിട്ട് 2022 അഭിനയിച്ചിട്ടുണ്ട്. വേറെ എന്തൊക്കെയാന്ന് പുള്ളിയുടെ അവസ്ഥ ഒന്നും നമുക്കറിയില്ല. സിസ്റ്റർ വന്നിട്ട് ടീച്ചറാണ്. വിക്രമത്തിന് പുള്ളിക്കാരൻ്റെ കുട്ടിക്കാലം സേലം സ്കൂളിൽ, അതായത് ഒരു ബോർഡിംഗ് സ്കൂളിലാണ്, അവിടെയായിരുന്നു സ്കൂളിംഗ് ചെയ്തത്. 1983-ലാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. അവിടെ ഇങ്ങനെ കരാട്ട, ഹോഴ്സ് ബാക്ക് റൈഡിങ്, സ്വിമ്മിങ്, അങ്ങനെയുള്ള ചില്ലറ ഹോബീസൊക്കെ പുള്ളിക്കാരനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കൂടുതലും ബാക്ക് സ്റ്റേജ് വർക്കായിരുന്നു ചെയ്തത്. അതായത് പുള്ളിക്ക് ആക്ടിങ്ങിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടാവില്ല കുട്ടിക്കാലത്തൊക്കെ. അപ്പം അതുകൊണ്ട് ബാക്ക് സ്റ്റേജ് വർക്കൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് പഠിക്കുകയായിരുന്നു കുട്ടിക്കാലത്ത്. ഒരു സമയത്ത് ഒരു ചാൻസ് കിട്ടി ആക്ട് ചെയ്യാൻ, പക്ഷെ ചിക്കൻ ബോക്സ് കാരണം ഒരു ചാൻസ് ഡ്രോപ്പ് ചെയ്യാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായത്. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ലോയല കോളേജിൽ വെച്ചിട്ട്. പക്ഷെ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റേജിൽ ഓരോ അഡാപ്റ്റേഷൻസ്, ഷേക്സ്പീരിയൻ അഡാപ്റ്റേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടായില്ല. അപ്പൊ അത് പുള്ളിക്കാരൻ ചെയ്തപ്പോൾ പുള്ളിക്കാരൻ ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്, അങ്ങനെ പുള്ളിക്കാരൻ 3 വർഷമാണ് ബെഡ് റിഡൻ ആയിട്ട്, അതായത് 23 സർജറി വേണ്ടി വന്നു. പുള്ളിയുടെ കാലെന്തോ ശരിയാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് മിസ്സിനാണ് ആംപ്യൂട്ടേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ അതൊക്കെ ഓവർകം ചെയ്തിട്ടായിരുന്നു പിന്നെ പുള്ളിക്കാരൻ വന്നത്. പിന്നെ മോഡലിംഗ് കുറച്ചു കാലം ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കരിയറിന്റെ തുടക്ക ഭാഗത്തായിട്ട് പുള്ളിക്കാരൻ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ 1988 ഒരു സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഗലാട്ട കുടുംബം പറഞ്ഞിട്ട്. അതിലൊക്കെ ചെറിയ പാർട്ടൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ CVS ശ്രീധർ പറഞ്ഞിട്ട് ഒരു ഡയറക്ടറുണ്ട്. പുള്ളിക്കാരൻ ഈ വർക്കൊക്കെ കണ്ടിട്ട് 1990 അപ്രോച്ച് ചെയ്തിട്ട് ഒരു സിനിമയിൽ ചാൻസ് കൊടുത്തു. പക്ഷെ ആദ്യത്തെ 3 പടവും ഫ്ലോപ്പ് ആയിരുന്നു. സെറബ്ര പൊട്ടലിന് ശേഷം ഇതൊരു കാതൽ ഗൗതം പറഞ്ഞിട്ട് ഒരു ചെറിയൊരു മൂവി ഉണ്ടായിരുന്നു. അത് കുറച്ചൊന്ന് പിടിച്ചു നിൽക്കാൻ സഹായിച്ചു. അതായത് ഒരു ചെറുതായിട്ടൊരു റീച്ച് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ആ സമയത്ത് പുള്ളിക്കാരനെ മണിരത്നം കോണ്ടാക്ട് ചെയ്തിട്ട് ബോംബെയിൽ ഹീറോ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിക്രം അത് വേണ്ടാന്ന് വെച്ചു. കാരണം വേറെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതുകൊണ്ട് ഇതിലത്ത് താടി എടുക്കണം പറഞ്ഞ് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് വരും പറഞ്ഞിട്ടാണ് ഈ ഒരു ഗ്രാൻഡ് ഓപ്പർച്യൂണിറ്റി പുള്ളിക്കാരൻ മിസ് ചെയ്തത്. ആലോചിച്ച് നോക്ക്,
അരവിന്ദ് സ്വാമിൻ്റെ അവിടെ വിക്രം. പിന്നെ 1993-94 കാലഘട്ടത്തിലായിരുന്നു പുള്ളി മലയാളത്തിലോട്ട് വരുന്നത്. മലയാളത്തിൽ വന്നിട്ട് കുറേ സിനിമ, മമ്മൂക്കയുടെ ജയറാമിൻ്റെ ഒപ്പം ധ്രുവം, സൈന്യം, അതിലൊക്കെ ഇങ്ങനെ അഭിനയിച്ചിട്ട് അതിൻ്റെ ചെറിയ ചെറിയ റോൾസ് ആയിരുന്നു, അതിലൊക്കെ അഭിനയിച്ചിട്ട് പോയി. ഇത് മാത്രമല്ല, പിന്നെ തെലുങ്കിൽ ചിരുവേസ്താമല മഞ്ഞ ഇങ്ങോട്ട് കുറച്ച് പടങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്യായിരുന്നു. പക്ഷേ തെലുങ്കിലൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല, എല്ലായിടത്തും ഫെയിലിയേഴ്സ് തന്നെയായിരുന്നു. പിന്നെ ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടി മാത്രമായി മാറി. അതായത് ഒരു റെക്കഗ്നേഷനോ അപ്രിസിയേഷനോ പുറമെ ജസ്റ്റ് ഒരു മണി മേക്കിംഗ് ടൂൾ മാത്രമായിട്ട് മാറി ഈ സിനിമ എന്നുള്ളത് വിക്രത്തിൻ്റെ ലൈഫിൽ. 1992 ഇതെല്ലാം മാറി മറിഞ്ഞു. ബാല വന്നിട്ട് വിക്രമിനെ അപ്രോച്ച് ചെയ്തിട്ട് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പുറത്തിറക്കിയ മൂവിയാണ് സേതു. പ്യൂർലി പറഞ്ഞ വിക്രം ബാല മാജിക്കാണ്. പക്ഷെ അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ആ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സ് പറഞ്ഞാൽ. ഒന്നാമത് പ്രൊഡക്ഷൻ ഹെൽ, പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടാനേ ഇല്ല. അതായത് ഈ ട്രാജിക് ക്ലൈമാക്സ് കാരണം ആരും ഈ പടം വാങ്ങാൻ റെഡി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയോ ഒരു നൂൺ ഷോ മാത്രം കളിക്കുന്ന രീതിയിൽ ഇത് പുറത്ത് വന്നു. പക്ഷെ പുറത്ത് വന്നപ്പോൾ സ്ഥിതി നേരെ മാറി മറിഞ്ഞു. അതായത് എല്ലാവരും കാണാൻ തുടങ്ങി. മൗത്ത് പബ്ലിസിറ്റി കാരണം ഈ പടത്തിന് ഭയങ്കര റീച്ച് കയറി. അങ്ങനെ ഈ പടം 100 ദിവസം നിറഞ്ഞു ഓടി. ഫസ്റ്റ് സക്സസ്, അതായത് വിക്രമിന്റെ കരിയറിൽ ഫസ്റ്റ് സക്സസ് ആയി മാറി. ഇതിന് പക്ഷേ നാഷണൽ അവാർഡ് ഒരു വോട്ടിനായിരുന്നു മിസ്സായി പോയത്. അതായത് നമ്മുടെ ലാലേട്ടൻ അവിടെ വാനപ്രസ്ഥം ചെയ്ത് നിൽക്കുന്ന ടൈമിലായിരുന്നു ഇത് ഇറങ്ങിയത്. രണ്ടും കൂടെ ക്ലാഷ് ആയിട്ട് മോഹൻലാലിന് ഒരു വോട്ടിന് എക്സ്ട്രാ കിട്ടിയത് കൊണ്ടാണ് ലാലേട്ടനെ അവാർഡ് അടിച്ചുകൊണ്ടുപോയത്. ഇല്ലെങ്കിൽ ഇപ്പൊ നാഷണൽ അവാർഡ് 1999 വിക്രത്തിന്റെ കയ്യിലായിരിക്കും ഇരിക്കേണ്ടത്. അത് കഴിഞ്ഞാണ് പുള്ളിക്കാരൻ പേരിന്റെ ഒപ്പം ചെയ്യാന്ന് വാക്ക് കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരൻ നല്ല റോൾസിന് വേണ്ടിയിട്ട് ആക്ടിങ് ചെയ്യാനുള്ള തീരുമാനം എടുത്തു. അതായത് പൈസ മാത്രമല്ല, ആക്ടിങ്ങും നമ്മൾ ചെയ്യും എന്നുള്ള ഒരു വാശി പുള്ളിക്കാരൻ്റെ ഉള്ളിൽ വന്നു. പക്ഷെ എന്നിട്ടും പുള്ളി മസാല ഫിലിംസ് ചെയ്തു. പക്ഷെ ആ ജോൺർ മാത്രമേ ഉള്ളൂ. ആക്ടിങ് വൈസ് നോക്കുകയാണെങ്കിൽ വിക്രം പാർ എക്സലൻസിൽ തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഇങ്ങനെ കാസി പറഞ്ഞിട്ടുള്ള സിനിമ, 2001 ഇറങ്ങിയ കാസി പറഞ്ഞ സിനിമ, അതും കുറച്ച് ഒരു വാല്യൂ ഓറിയന്റഡ് മൂവിയാണ്. അതിന് ബെസ്റ്റ് ആക്ടർ അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2003 ജെമിനി ഇറങ്ങിയത്. അതിലൊരു ലോക്കൽ റൗഡിയായിട്ട് ആയിരുന്നു വിക്രം ചെയ്തത്. ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. നമുക്കറിയാലോ ആ ഓപ്പോട് സോങ്, ആ ഭയങ്കര ഹിറ്റായ പാട്ടാണ് ആ സമയത്ത്. അതായത് പടം ഇറങ്ങുന്നതിന് മുമ്പ് ഈ പാട്ട് ഇറങ്ങിയ സമയം തന്നെ ആ പാട്ട് ഹിറ്റായി. ഒരു വിജിലാൻറ്റി റോള്, ഒരു റോബിൻ ഹുഡ് ടൈപ്പ് ചെയ്തൊരു മൂവിയായിരുന്നു സാമുറായി. കറപ്റ്റ് പൊളിറ്റീഷ്യൻസിനെ കിഡ്നാപ്പ് ചെയ്യും, എന്നിട്ട് അവന് ടോർച്ചർ ചെയ്യും, അങ്ങനെയുള്ള ടൈപ്പ് സാധനങ്ങൾ. പിന്നെ അതിൻ്റെ ധൂള് പറഞ്ഞിട്ട് ദില്ല് പോലെ തന്നെ ജ്യോതികയും റീമാസനൊക്കെ ഉള്ള ഒരു മസാല മൂവിയാണ്. അതും അത്യാവശ്യം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അത്യാവശ്യം ഹിറ്റല്ല, നല്ല ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അതായത് 5 സക്സസ് ഉണ്ടാക്കി 2.5 വർഷം കൊണ്ട്. ആലോചിച്ച് നോക്കാം. അതായത് 5-6 മാസം കൊണ്ട് ഒരു ഹിറ്റ്, അങ്ങനെ ഒരു സ്റ്റഡി റേറ്റിൽ പോവാണ്. പിന്നെ അടുത്ത വന്നാണ് നമ്മുടെ ഹരി ഡയറക്റ്റ് ചെയ്ത സാമി. കെ ബാലചന്ദ്രൻ ഒരുക്കിയ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. നമുക്കറിയാലോ 6 ചാമി 7 ചാമി 8 ചാമി 10 ചാമി പറഞ്ഞിട്ട് ഒരു ഹോണസ്റ്റ് കോപ്പായിരുന്നു. തിരുനെൽവേലി അൽവാഡ അവിടെ വെച്ചിട്ട് പടം ഇറങ്ങിയിട്ട് 10 ദിവസം കൊണ്ട് 7 കോടി, അതായത് ഇറക്കിയ മുതൽ കിട്ടി. പിന്നെ അങ്ങോട്ട് പ്രോഫിറ്റ് ആയിരുന്നു. ചാകരയായിരുന്നു. കേരളയിലും ആദ്യമായിട്ട് തമിഴ് മൂവി ഇത്ര ഹിറ്റാവണത് ആദ്യമായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നാഷണൽ ഫിലിം അവാർഡ് ബെസ്റ്റ് ആക്ടറിന് കിട്ടിയത് പിതാമകൻ. അറിയാലോ, ആ ഒരു ഡെഫായിട്ട് KV കുഴി ശവമൊക്കെ എടുക്കുന്ന ആളായിട്ട്. അത് സംഭവം ഡയലോഗും ഇല്ല, ഓൺലി ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ എല്ലാം കൺവേ ചെയ്യണമെന്ന് അത്രയും ഡിഫിക്കൽട്ടായിട്ട് വേറെ ആരും ചെയ്യത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അരുൾ പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങി. അത് കുറച്ച് മിക്സഡ് റിവ്യൂസ് ആയിട്ട് തോന്നി. പിന്നെ 2004 നമ്മുടെ അന്യൻ ഇറങ്ങുന്നത്. ആ ശങ്കറിൻ്റെ ഡയറക്ഷനിൽ വന്നിട്ട് നമ്മളെയൊക്കെ രോമാഞ്ചിഫിക്കേഷൻ അടുപ്പിച്ച് അങ്ങോട്ട് പോയി. അതായത് പുള്ളിക്കാരൻ മാർച്ച് 2004 ഈ ശങ്കറിൻ്റെ അന്യനെ സൈൻ ചെയ്യുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയൽ ഹിറ്റായിരുന്നു. 140 ദിവസം ഷൂട്ട് ചെയ്തിട്ട് 26 കോടി, അതായത് മോസ്റ്റ് എക്സ്പെൻസീവ് മൂവിയാണ് ആ സമയത്തെ. പക്ഷേ റിട്ടേൺ കിട്ടിയത് 100 കോടി. 100 കോടിടാ. അങ്ങനെ 3rd ഫിലിം ഫെയർ അവാർഡും വിക്രം കരസ്ഥമാക്കി. 2005 കുറച്ച് കാര്യമില്ല, ഒരു മജ പറഞ്ഞ മൂവി, ഭീമ പറഞ്ഞിട്ട് ഒരു
റൗഡി ആയിട്ട് പ്ലേ ചെയ്തത്. പക്ഷെ അത് ഡിലേ റിലീസ് ചെയ്തത് 2008-ലാണ്. അതിന് മുന്നേ മിക്സഡ് റിവ്യൂസ് ഒക്കെ ആയിരുന്നു. ലാർജർ ദാൻ ലൈഫ് റോൾസ് ആയിരുന്നു വിക്രം ഇതിലൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിക്രമിനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു നടനില്ല ചെയ്യാൻ. 2009-ലാണ് പുള്ളിയുടെ ഫസ്റ്റ് സൂപ്പർ ഹീറോ മൂവി കന്തസ്വാമി ചെയ്യുന്നത്, അതായത് കോഴി സൂപ്പർ ഹീറോ. അതിന് പക്ഷേ മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. ബോക്സ് ഓഫീസ് കളക്ഷനിൽ പക്ഷേ പ്രോഫിറ്റ് ആയിരുന്നു, 100 ദിവസം ഓടിയിട്ട പടം. പിന്നെ 2010-ലാണ് നമ്മുടെ മണിരത്നമായിട്ട് കൊളാബ് ചെയ്തിട്ട് രാവൺ ഇറങ്ങി. അത് വന്നിട്ട് തമിഴിലും ഹിന്ദിയിലും ഇറക്കി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ തമിഴില് വിക്രം ആയിരുന്നല്ലോ റബൽ ക്യാരക്ടർ, അതായത് രാവണായിട്ട് വന്നത്. ഹിന്ദിയിൽ നമ്മുടെ അഭിഷേക് ബച്ചനാണ് ചെയ്യുന്നത്. മറ്റേ കോപ്പായിട്ട് ആണ് വിക്രം ചെയ്തത്. തമിഴിൽ വന്നിട്ട് പൃഥ്വിരാജ്. അപ്പോൾ ഇത് തമിഴിൽ ഇത് ഹിറ്റടിച്ച്, പക്ഷേ ഹിന്ദിയിൽ ഫ്ലോപ്പായി. അപ്പം മണിരത്നം പറഞ്ഞു ഇത് എന്തിനു ഞാൻ 2 വള്ളത്തിൽ കാല് വെച്ചോ, ഇവിടെ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പറയണ്ട. പക്ഷെ കൊണ്ട് വരില്ല, 4th ഫിലിം ഫെയർ അവാർഡും അണ്ണൻ തൂക്കി. 2011 നമ്മുടെ ദൈവത്തിരുമാൾ, അയ്യോ അത് ഭയങ്കര ഒരു ഇമോഷണൽ ത്രില്ലറാണ്. നമ്മളാകെ കോർട്ട് സീനിലൊക്കെ അങ്ങനെ കണ്ണിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ചെങ്കിൽ. AL വിജയാണ് അതിന്റെ ഡയറക്ടർ. മറ്റേ സാറ അർജുൻ, വിക്രം അതിപ്പോ പക്ക പെർഫെക്റ്റ് ആണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി ആക്ടിങ് ക്ലാസ്സസ് ഒക്കെ ആയിട്ട് കുറെ മെന്റൽ അസൈലംസ് ഒക്കെ ഉണ്ടായിരുന്നു, ഹെൽത്ത് കെയർ സെന്റേഴ്സിലൊക്കെ പോയിട്ട് ആ പേഷ്യൻസിനെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കരികാലം പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്, അതായത് രാജരാജ ചോഴ അല്ല കരികാല ചോഴ. അത് ഈ 270 BC-യിൽ ജീവിച്ച ഒരു രാജാവിന്റെ കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു കരികാലൻ. പക്ഷെ അത് ഷെൽഫ്ഡായി, അതായത് പടം ഇറങ്ങിയില്ല. പെട്ടിക്കുള്ളിൽ ആയിട്ട് പോയി. വീണ്ടും AL വിജയ് സംവിധാനം ചെയ്ത ഒരു മൂവിയായിരുന്നു താണ്ഡവം. അതിന് പക്ഷേ മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. പിന്നെ 2013 പുള്ളി ഹിന്ദിയിലൊരു പടം അഭിനയിച്ചു, ഡേവിഡ്. അതിലൊരു ഫിഷർമാനും മ്യൂട്ട് ഗേളും ആയിട്ടുള്ള ഒരു ലവ് കോംബോ പിടിക്കാൻ നോക്കി, പക്ഷെ അതിന് ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശങ്കർ വൃന്ദം അണ്ണനെ പിടിച്ചിട്ട് ഐ ചെയ്യണത്. അതിന് പക്ഷെ പുള്ളിക്കാരൻ പെട്ട പാടെ 56 കിലോയൊക്കെയാണ് ഒറ്റയടിക്ക് കുറച്ചിരിക്കുന്നത്. അതായത് പുള്ളി മുട്ടയുടെ വെള്ള ആപ്പിൾ മാത്രം കഴിച്ചിട്ടൊക്കെ എത്ര കാലമായി. അങ്ങനെ ആകെ ശോഷിച്ച് അവസ്ഥയിലൊക്കെയായിരുന്നു പുള്ളി അഭിനയിച്ചത്. പക്ഷെ എന്നിട്ടും അതിന് വിധി വന്നിട്ട് ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കി. പക്ഷെ ഈ പടം വന്നിട്ട് കേരളയിൽ ഓൾ ടൈം ഹിറ്റ് ആയിരുന്നു. അതായത് 2015 വരെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ആയിരുന്നു ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിങ്. പിന്നെ 2015 തന്നെ ഒരു 10 എൺപതൊക്കെയുള്ള പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നളെ, ഞാനത് തിയേറ്ററിൽ പോയി കണ്ട് എന്തിനാ കണ്ടതെന്നായിരുന്നു. ഒരു ബിഗ്ഗസ്റ്റ് ഡിസാസ്റ്റർ ആയിരുന്നു പുള്ളിക്കാരൻ്റെ കരിയറിൽ തന്നെ പറയാം. എന്തിനാണോ അങ്ങനെയൊക്കെ ഒരു പടം ചെയ്തെന്ന് വരെ ആലോചിച്ചു. പക്ഷേ ഈ 2016 പുള്ളി ഇരുമുഖം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്, സക്സസ് ആയിരുന്നു. പക്ഷേ അതിന് മിക്സഡ് റിവ്യൂസും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഫ്ലോപ്പ് മൂവീസ് ആയിരുന്നു പിന്നെ പുള്ളിക്കാരൻ്റെ ലിസ്റ്റിൽ. സ്കെച്ച് പിന്നെയും കുഴപ്പമില്ല. സാമി സ്ക്വയർ അട്ടർ മൂഞ്ചല. സ്കെച്ച് വന്ന് ഡയറക്റ്റ് ചെയ്തത് വിജയ് ചന്ദ്ര. സാമി നമ്മുടെ അറിയാലോ ഹരിയാണ്. പക്ഷെ ഇതൊക്കെ ഈ ഫെയിലിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 2022-ലാണ് പിന്നെ പുള്ളിക്കാരന് ഒരു ഹിറ്റ് കിട്ടുന്നത്, നമ്മുടെ മഹാൻ പറഞ്ഞ മൂവിയിൽ. പുള്ളിയുടെ മകനൊക്കെ ആയിട്ട് മകനെ ഡെബ്യൂ ചെയ്ത മൂവിയാണ്. ധ്രുവും വിക്രം അഴിഞ്ഞാടി തകർത്ത പടമായിരുന്നു മഹാൻ. പിന്നെ കോബ്ര PS1 PS2. കോബ്ര വൻ പരാജയമായിരുന്നു. PS1 PS2 അത്ര ഇതില്ലെങ്കിലും അത്യാവശ്യം ഹിറ്റായിരുന്നു പടം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ആഴ്ച നമ്മുടെ തങ്കലൻ ഇറങ്ങുന്നുണ്ട് പാരഞ്ജിത്തിന്റെ ഇതിൽ. അതും ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഇതൊക്കെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്, എന്തോ കണ്ടറിയാം. പിന്നെ അത് കഴിഞ്ഞ് നവംബർ ഡിസംബറിൽ വീരദൂര സീരൻ പാർട്ട് 2 ഇറങ്ങുന്നുണ്ട്. അത് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. എനിവേ ഇതൊക്കെയായിരുന്നു വിക്രത്തിൻ്റെ കറൻറ്റ് ലൈഫ് ഹിസ്റ്ററി ആൻഡ് ബയോഗ്രഫി. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്.